വലിയ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന അപ്പാ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവേ, മാസത്തിന്റെ അവസാന ദിവസം ഹല്ലേലൂയ, ഈ നിമിഷം വരെ ഞങ്ങളെ അത്ഭുതകരമായി നടത്തിയ അപ്പന്റെ ധാരാളം കൃപകൾക്കായി Daddy, thank you Jesus for all the things that you have done in our lives, Daddy, for all the healings, for your hallelujah favor, for your harabasheko rasia, oh all the abundance in our lives, Daddy. hadurasikaraba കർത്താവേ, എല്ലാ നന്മകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന അപ്പാ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആദുരാമന ഷേകോ റസികാരബര സ്യാന്തരബ ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങളെ അത്ഭുതകരമായി കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ എല്ലാ കൃപകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന അപ്പാ, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് രാത്രി ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്ററെ ഹല്ലേലൂയ, ഓ അടിയനോട് അപ്പാ, പരിശുദ്ധാത്മാവ് കൂടെ ഇരുന്ന് ഹല്ലേലൂയ ശുശ്രൂഷ ചെയ്യണമേ. പരിശുദ്ധാത്മാവിന്റെ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിടെ നാവിലൂടെ സംസാരിക്കണമേ. ഗ്ലോറിയുടെ ഹാലിലെ ആഴങ്ങൾ ഈ ദിവസങ്ങൾ ഞങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുവാണല്ലോ. ദൈവത്തിന്റെ വലിയ തേജസ് ഞങ്ങളുടെ നടുവിൽ എല്ലാവരുടെ മേൽ ഇന്ന് രാത്രി ഹാലലിയ കവർ ചെയ്ത് കർത്താവെ ഹാലലിയ ആ റലത്തിലേക്ക് എല്ലാവർക്കും കയറുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. There is fullness in the glory, hallelujah. There is abundance in the glory. There is healing in the glory. Rimana seko rasya. We are in Christ. Christ is us and we are one. Hadura sakaraba shendararo sikerebe syandaraba. കർത്താവേ, ഇന്ന് രാത്രിത്തെ ഞങ്ങളുടെ സ്തുതി, സ്തോത്രം, പാട്ട്, ആരാധന, ഹല്ലേലൂയ, സാക്ഷ്യങ്ങൾ, വചന ശുശ്രൂഷ ഒക്കെയും പരിശുദ്ധാത്മാവ് അത്ഭുതകരമായി ചെയ്യാൻ പോകുന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന, സ്തോത്രം ചെയ്യുക. Surrendering unto you, Daddy, forgive all of our sins, washes with your precious blood. എല്ലാ ഡിവൈസസിനെയും യേശു ക്രിസ്തു രക്താൽ കവർ ചെയ്ത് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. Let your name be glorified in our midst in this night, Daddy. ആദ്യോടൊന്നും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. അത്ഭുതങ്ങൾ ഇന്ന് രാത്രി നടക്കട്ടെ കർത്താവേ. ഇന്ന് രാത്രിത്തെ മീറ്റിംഗ് ഹല്ലേലൂയ ഞങ്ങളുടെ ആളിലെ സ്പിരിച്വൽ വളർച്ചയിലേക്ക്, വിശ്വാസത്തിന്റെ ഹല്ലേലൂയ അടുത്ത ചുവടുകളിലേക്ക് കയറുവാൻ ഓ രാമാന ശേഖരസ്യ സ്വർഗത്തിലെ കർത്താവ് സഹായിക്കണമേ. അടിയനെ കുഞ്ഞിനെ താഴ്ത്തി സമർപ്പിക്കുന്നു, തിരക്താൽ മറയ്ക്കുന്നു. സകല പ്രാർത്ഥനയെ യാചനയെ അപ്പച്ചു കേട്ട കൃപയ്ക്കായി സ്തോത്രം. സാലോ ഞങ്ങൾക്ക് വേണ്ടി ചേർന്നിച്ചു യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. So let us sing a song and worship the Lord and then we go to the testimony. Hallelujah. നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ ഇന്നേരം, നീയാണെന്നെല്ലാമെല്ലാം, എന്നുമെന്നും എൻ പിതാവ്. നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ
Hallelujah. Praise the Lord. Rimara Sheko Rasikaraba. Remere Siandaraba. കർത്താവ് പറഞ്ഞു ഹല്ലേലൂയ, ഞാൻ ജീവൻ നൽകുവാൻ വന്നു, ജീവൻ നൽകുവാൻ വന്നു. ഹല്ലേലൂയ. സമൃദ്ധിയായി ജീവൻ നൽകുവാൻ വന്നു. ഹല്ലേലൂയ. ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ കർത്താവിൽ നിന്ന് അകന്നു പോയവരാണ് നമ്മൾ. ഹല്ലേലൂയ. Even if we were unfaithful, God was faithful. Hallelujah. നമുക്ക് വേണ്ടി ജീവനും പ്രാണനും ദൈവം നൽകിയത്. ഹല്ലേലൂയ. ഓ റീമാരാസ്യ, നിത്യതയോളം ദൈവത്തോടൊപ്പം നമ്മൾ ആയിരിക്കാനാണ് ദൈവമക്കളെ. ഹാദുരാസേക്കോ രാസികാരാബ. കർത്താവിന്റെ ജീവൻ, ആ ലൈഫ് നമ്മളിലൂടെ ഒഴുകട്ടെ ഇന്ന് രാത്രി. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ റഹബൂത്തിലുള്ള എലിസബത്ത് സിസ്റ്ററിന്റെ ഒരു ടെസ്റ്റിമണി നമുക്ക് കേട്ടിട്ട് നേരെ വചനത്തിലേക്ക് കടക്കാം. എല്ലാവരും പ്രാർത്ഥനയോടെ കൂടി ആയിരുന്നാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നന്ദിയോടെ വാഴ്ത്തുന്നപ്പോ സ്തോത്രം ചെയ്ത് കർത്താവേ, അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ മീറ്റിംഗ് നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ പാസ്റ്റർ എന്നോട് വിളിച്ചിങ്ങനെ സംസാരിച്ചില്ല, എത്ര മക്കളുണ്ടെന്നൊക്കെ. ആ സമയത്തെല്ലാം എൻ്റെ മോളുടെ ഒരു വിഷയത്തിനുണ്ട് അവരുടെ ഒത്തിരി അടിക്കാനും അങ്ങനെ എല്ലാം ഒരു 5-8 വർഷമായി അവര് തളർന്നിങ്ങി മുന്നോട്ട് ഞങ്ങൾക്ക് ഇനി അവൾക്ക് മുൻപിൽ ചെങ്കടൽ പുറകിൽ സർവാന്റെ സൈന്യം എന്ന് പറഞ്ഞ പോലെ മുന്നോട്ടും പുറകോട്ടും മേലാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവാം. ഒരു കുഞ്ഞുണ്ട്, ആ മോന് 6 വയസ്സ്, അവനൊരു മൈൽഡ് ഓട്ടിസ്റ്റിക് ആയ കുഞ്ഞ്. ആ കുഞ്ഞിനെ ഞാനാണ് വളർത്തി നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ അത്ര ഭാരപ്പെട്ട് ഈ വിഷയം ഞാൻ നമ്മുടെ സിസ്റ്ററോട് പറയുകയെല്ലാം പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്താണ് ദൈവദാസൻ ഇതുപോലെ എന്നോട് പറഞ്ഞതുമല്ല. അത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. ദൈവം നടത്തുമെങ്കിലും ആ അദ്ദേഹത്തെ നമുക്ക് ആർക്കും അറിയത്തില്ല, അറിയാത്തൊരു വ്യക്തി. പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ തോന്നിപ്പിച്ചാണ് ഇങ്ങനെ സംസാരിച്ചത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്. മോൻ കഴിഞ്ഞ ശനിയാഴ്ച ഇവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൾക്ക് നല്ല സുഖമില്ലാതെ ഗ്യാസ് കയറി വയ്യാതെ, ഭയങ്കരമായി വയ്യാതെ ഹോസ്പിറ്റലിലൊക്കെ പോകണം. ഇപ്പൊ കുഞ്ഞെന്റെ കൂടെ ശനിയാഴ്ച രാവിലെ മുതൽ എൻ്റെ കൂടെയാണ്. ഞായറാഴ്ച രാവിലെ ഞാൻ എഴുന്നേറ്റ് കിച്ചണിലോട്ട് അങ്ങ് കാല് തെന്നി ഞാൻ അങ്ങ് നടുവിടിച്ചങ്ങ് വീണു. അപ്പൊ ചെറിയൊരു സ്പേസേ ഉള്ളു കിച്ചണിലൊക്കെ പറയുന്നത്. എന്റെ കർത്താവ് എന്നെ ഉള്ളെങ്കിൽ എന്റെ നടു നല്ലതായിട്ട് ഇടിച്ചങ്ങ് വീണ്. എന്റെ അപ്പുറത്ത് ടേബിളും ഒക്കെ ഉണ്ട്, എന്റെ തല ഇടിക്കുന്നത് എല്ലാ സാഹചര്യം. ഇവിടെ ഒന്നും പറ്റാൻ ദൈവം എന്നെ അനുവദിച്ചില്ല. ഉള്ളം കയ്യിൽ വഹിച്ച് ഒരുപാട് ചെറിയ വേദന ഒന്നുമല്ലാതെ എനിക്ക് എന്റെ ശരീരത്തിന് കൈക്കോ കാലിനോ ഒന്നും യാതൊരു പൊരുൾ പോലും കേൾക്കാതെ കർത്താവ് താങ്ങി നടത്തി. ആ ദൈവത്തിന്റെ എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല, എത്ര നന്ദി പറഞ്ഞാലും മതിയാകും. ഉള്ളം കരത്തിൽ വഹിച്ചൊരു അസ്ഥി പോലും പൊട്ടിവാനും സമ്മതിച്ചില്ല. ആ മകളുടെ ജീവിതത്തിലാണെങ്കിൽ നമ്മൾ ിരിക്കുന്ന വലിയ അത്ഭുതം സംഭവിക്കും. നമ്മുടെ രഹബോത്തിൽ ഒരുപാട് കുടുംബങ്ങൾ ഇതുപോലെ അഡിക്ഷൻസ് ആയിട്ട് ഭാരപ്പെടുന്ന അനേകം മാതാക്കളുണ്ട്. അവരുടെ എല്ലാം ജീവിതത്തിൽ പല അത്ഭുതങ്ങൾ സംഭവിച്ചു. അഡിക്ഷൻസിനെ വരെ എന്റെ കർത്താവ് നമ്മുടെ ഗ്രൂപ്പിലൂടെ ഓരോ മക്കൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. ആ അത്ഭുതം നമ്മുടെ ഓരോരുത്തരുടെ മേൽ സംഭവിക്കും. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഇവളുടെ കുഞ്ഞുങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. സ്തോത്രം. അവരെല്ലാം ദൈവരാജ്യത്തിലേക്ക് കടന്നു വരും. ദൈവത്താൽ ഉപദേശിക്കപ്പെട്ട മക്കളായി മാറും. നമ്മളുടെ മുൻപിലുള്ള മഹാപർവ്വതം സ്തോത്രം. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ അപ്പ എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ മുമ്പിലുള്ള മഹാപർവ്വതം എന്ത് തന്നെയായിരുന്നു, അത് ഏത് വിഷയമായിരുന്നാലും അത് സമഭൂമിയായി തീരുമെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നത്. ഏത് വിഷയത്തിന്മേൽ നമ്മൾ ഭാരപ്പെടുക, ആ വിഷയത്തിൽ ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. അങ്ങനെ ജീവിക്കുന്ന ദൈവമാണ്. അങ്ങ് അത്ഭുത മന്ത്രിയാണ്. അങ്ങ് മതിയായ ദൈവമാണ്. നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവ്, ആ പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളുടെ കൂടെ നമ്മളെ ആശ്വസിപ്പിക്കും. സകല സത്യത്തിലേക്ക് നമ്മളെ വഴി നടത്തുന്ന ദൈവമാണ്. ആ അപ്പന്റെ കരങ്ങളിൽ നമ്മൾ ഏൽപ്പിക്കാം. അതുപോലെ നമ്മുടെ രഹബോത്തിൽ
ഞങ്ങൾ യാദൃശ്യമായിട്ടാണ് ഞങ്ങൾ ഈ ഗ്രൂപ്പുമായിട്ട് സിന്തസിസ്റ്റുമായിട്ട് കണക്ട് ആകുന്നത്. അഭിഷക്തിയുമായി കണക്ട് ആയ അന്ന് മുതൽ ഈ ഗ്രൂപ്പിൽ ഈ പ്രാർത്ഥന ഞങ്ങൾക്ക്, ഞാനും എന്റെ കൂട്ടുകാരി ഷീബയും, ഞങ്ങൾ രണ്ടുപേരാണ് കണക്ട്. ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായി മാറിയിരിക്കണം. നമ്മള് എന്താണ് ഹീബ്രു ക്ലാസ്സുകൾ തുടങ്ങി ആദ്യത്തെ അക്ഷരം പഠിച്ച ആ ക്ലാസ് അന്ന് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ 4 അക്ഷരം ഞങ്ങൾ പഠിച്ചു. ഞങ്ങൾ അടുത്ത 3 ക്ലാസ്സിലും ഞങ്ങളുടെ 2 പേരുടെയും ജീവിതത്തിൽ ഓരോരോ അത്ഭുതങ്ങളാണ്. പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കത്തില്ല. ആ അക്ഷരത്തെ കുറിച്ച് എന്താണ് പറയുന്നത്, അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ്, നമ്മൾക്ക് ആർക്കും ലഭിക്കാത്തൊരു വലിയ, ഈ ഗ്രൂപ്പിലുള്ള എല്ലാ മക്കളും സാധാരണക്കാരെല്ലാം ഇവിടെ ശുശ്രൂഷിക്കാൻ വന്ന എല്ലാവരും പറഞ്ഞു നമ്മള് ദൈവത്തിന് അത്രയും വിലപ്പെട്ടവരാണ്. നമ്മള് നമ്പറിൽ കുറവാണെങ്കിലും ദൈവം തെരഞ്ഞെടുത്ത മക്കളാണ്. ഒരു സാധാരണ വെറും ശിശുക്കളായിട്ടുള്ളവരല്ല നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള. നിങ്ങൾ എല്ലാവരും ആ ഹീബ്രു ക്ലാസ്സിൽ ആ അക്ഷരങ്ങൾ, അതാ ദൈവത്തിന്റെ ശബ്ദം. ആ ശബ്ദം കൊണ്ടാണ് ഈ സർവത്തെ അഖിലാണ്ടത്തെ മൊത്തം സൃഷ്ടിച്ച കർത്താവിന്റെ ആ ശബ്ദമാണ്. നമുക്കാർക്കും ഇത് പഠിക്കാനോ നമുക്ക് ഇതിന് ഫീസ് കൊടുക്കാനോ നമ്മളെ പഠിപ്പിക്കാനോ നമുക്കിതൊന്നും അറിയത്തുമില്ല. നമ്മളിതൊന്നും കേട്ടിട്ട് പോലും ഇല്ല. ഈ സിസ്റ്റർ പറയുമ്പോഴാണ് ഇതെല്ലാം നമ്മൾക്ക് മനസ്സിലായി. പക്ഷെ അതിന്റെ പഠിച്ച അത് കേട്ടപ്പോൾ തന്നെ ആ ഫോൺ അങ്ങോട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ ഉടനെയാണ് ഈ മിറക്കിൾസ് കേട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എല്ലാവരും ഞാൻ ആ ക്ലാസ്സിലേക്ക് നമുക്ക് ഒരു പൈസ ഒന്നും കൊടുക്കണ്ട സിസ്റ്റർ, നമ്മളെ ഫ്രീ ആയിട്ടാണ് പഠിക്കുന്നത്. എല്ലാവരും 3/4 മണിക്കൂറൊക്കെ ഉള്ളു. നിങ്ങൾ എല്ലാവരും അതിനെ കടന്നു വരുന്ന വലിയ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. നമ്മൾ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായിട്ട് ദൈവം നമ്മളെ വഴി നടത്താൻ ശക്തനാണ്. ദൈവത്തിന് മഹത്വപ്പെടുത്തുന്ന എല്ലാ മഹത്വവും അപ്പന് നൽകും. സ്തോത്രം. ആമേൻ. താങ്ക് യു സിസ്റ്റർ, താങ്ക് യു സോ മച്ച്. കർത്താവിന്റെ നാമം ഉയർത്തപ്പെടട്ടെ. ഹല്ലേലൂയ. നമുക്ക് വേഗം വർഷത്തിലേക്ക് കിടക്കാം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 6ഉം 7ഉം, 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 6ഉം 7ഉം വാക്യങ്ങളാണ് ധ്യാനിക്കുന്നത്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 1-ന്റെ 6ഉം 7ഉം. യോസേഫും സഹോദരന്മാരെല്ലാവരും ആ തലമുറ ഒക്കെ മരിച്ചു. ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ചു പെരുകി ബലപ്പെട്ടു. ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. 1 കൊരിന്ത്യർ 3-ന്റെ 6ഉം 7ഉം. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയത്. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവരും നനയ്ക്കുന്നവരും ഏതുമില്ല. ഹല്ലേലൂയ. പുറപ്പാടിന്റെ ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാം, യോസേഫിനെ കണ്ടുകൊണ്ടാണ് ഈ ജനം മിസ്രൈമിലേക്ക് പോവാൻ തയ്യാറായി. എന്നാൽ യോസേഫിന്റെ മരണത്തിന് ശേഷം ഹല്ലേലൂയ അവർ വളർന്നുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. അവർ ഒരു തരത്തിൽ നോക്കിയാൽ അവർ ദൈവത്തിലുള്ള ആശ്രയമോ ദൈവത്തിലുള്ള വിശ്വാസത്തിലോ അല്ലായിരുന്നെങ്കിലും ഹല്ലേലൂയ ആ അന്യ നാട്ടിൽ അത്ഭുതകരമായി ഇസ്രായേൽ ജനത്തെ ദൈവം വഴി നടത്തിയതായിട്ട് നമുക്ക് കാണാം. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല ആത്മീകരായിട്ട് നമ്മളെ വചനം പഠിപ്പിക്കുന്നവരുണ്ടാകും, നമ്മുടെ സഭയിലെ ദേവദാസന്മാരുണ്ടാകും. അല്ലെങ്കിൽ പല രീതിയിലാണ് നമ്മുടെ ആത്മീയ ക്രിസ്ത്യൻ ലൈഫ് ഡേ ടു ഡേ നമ്മളിൽ നടക്കുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യം, നമ്മൾ വളരുമാറാകുന്നത്, നമ്മൾ ആത്മീയമായി ക്രിസ്തുവിൽ വളരുമാറാകുന്നത് ഹല്ലേലൂയ ആ ക്രിസ്തുവിൽ റൂട്ടഡ് ആയിരിക്കുമ്പോഴാണ്. ഹല്ലേലൂയ. നമ്മുടെ യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഹല്ലേലൂയ ഇങ്ങനെ കാണാം. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചും ഇരിക്കുന്നു. നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെ അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. ഹല്ലേലൂയ. നമ്മള് കർത്താവിന്റെ ഭവനത്തിൽ ജനിച്ചു വീണവരാണ് ഓരോരുത്തരും. ഹല്ലേലൂയ. നമ്മുടെ വളർച്ചയിൽ സഹായിക്കുവാനും ഹല്ലേലൂയ നമ്മൾ രൂപാന്തരപ്പെടുവാനും ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തു രൂപാന്തരപ്പെടുന്നത് വരെയും ഹല്ലേലൂയ നമ്മൾ ദൈവത്തിന്റെ ജീവനിൽ നമ്മൾ വളരുകയാണ്. ഗലാത്യ ലേഖനം 4-ന്റെ 19 നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ. ഗലേഷ്യൻസ് 4-ന്റെ 9. ഹല്ലേലൂയ.
ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മൾ പലരെയും നമ്മൾ പഴിച്ചാരി നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് നമ്മൾ ആ പിതാവിൽ നിന്ന് ക്രിസ്തുവിൽ നിന്ന് ഹല്ലേലൂയ വേരൂന്നി നമ്മൾ തന്നെ ഹല്ലേലൂയ നമ്മുടേതായ ഒരു സ്പിരിച്വൽ ലൈഫ് നമുക്ക് ഉണ്ടാകണം ദൈവമക്കളെ. ഹല്ലേലൂയ. നമ്മുടെ വളർച്ചയ്ക്ക് അത് വളരെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മൾ ഒരാളുടെ കീഴിൽ നമ്മൾ വചനം പഠിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഒരു ആരാധനയ്ക്ക് പോകുമ്പോഴോ നമ്മൾ അവരെ പ്രതീക്ഷിച്ച് നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്ത് നമ്മൾ ഒരിക്കലും നോക്കരുത്. ഹല്ലേലൂയ. നമ്മുടെ ആത്മീക വളർച്ചയുടെ ഉത്തരവാദിത്തം നമുക്കാണ്. ഹല്ലേലൂയ. നമുക്ക് സ്വർഗത്തിലെ കർത്താവ് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ പകർന്നിട്ടുണ്ട്, വചനം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് വളരണമെന്ന് സ്വർഗത്തിലെ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം നമ്മളെ കുറെ കാര്യങ്ങൾ ഗ്ലോറിയുടെ കാര്യങ്ങൾ നമ്മൾ ധ്യാനിച്ചായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ നിരന്തരമായി വചനവുമായി ദൈവസന്നിധിയിൽ ഇരുന്നാൽ ഹല്ലേലൂയ. ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എന്താണ് ധ്യാനത്തിങ്കൽ ദൈവസന്നിധിയിൽ ഇരുന്ന് ധ്യാനത്തിങ്കൽ തീ പിടിച്ചു എന്ന്. ഹല്ലേലൂയ. ദാറ്റ്സ് എ ഗ്ലോറി. ഹല്ലേലൂയ. വചനവുമായി ദൈവസന്നിധിയിൽ നമ്മൾ എത്ര നേരം ഇരിക്കുന്നോ അത്രത്തോളം ഹല്ലേലൂയ വചനം തീയാണ് ദൈവമക്കളെ. ഇരുവായ്ത്തലയുള്ള വാളാണ്. ഹല്ലേലൂയ. വചനത്തിന് ജീവനുണ്ട്. It has got life. ആ ലൈഫ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഹല്ലേലൂയ അത് ആളിക്കത്തും നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ സ്പിരിറ്റിൽ. കഴിഞ്ഞ ട്യൂസ്ഡേ നമ്മൾ ധ്യാനിച്ചായിരുന്നു, നമ്മുടെ സ്പിരിറ്റില് ഹല്ലേലൂയ ആ ഗ്ലോറി വന്നു. ആ ഗ്ലോറി സ്പിരിറ്റിൽ വന്ന ആ ഗ്ലോറി നമ്മൾ ദൈവ സാന്നിധ്യത്തിൽ കൂടുതൽ സമയം ഇരിക്കുമ്പോൾ അത് ആളിക്കത്താൻ തുടങ്ങും. ദ ഗ്ലോറി വിൽ ഹല്ലേലൂയ എന്താ പറയാ അത് നമ്മുടെ ദേഹിയിലേക്ക് സ്പ്രെഡ് ചെയ്യും, നമ്മുടെ ബോഡിയിലേക്ക് വ്യാപരിക്കും. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ആ ഗ്ലോറി റലത്തിൽ ആയിരിക്കുമ്പോൾ നമ്മൾ ആരും പ്രാർത്ഥിക്കാതെ തന്നെ ഹീലിംഗ് നമ്മളിൽ നടക്കും. ഹല്ലേലൂയ. ശത്രുവിന്റെ അറ്റാക്കിൽ നിന്ന് നമ്മള് ഹല്ലേലൂയ നമുക്കൊന്നും സംഭവിക്കില്ല, ഒരനർത്ഥവും നമുക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നമ്മുടെ കൂടാരത്തിന് അടുക്കത്തില്ല. ഒന്നും നമുക്ക് ഒരു ദോഷവും വരുത്തത്തില്ല. 91 സങ്കീർത്തനം തുടങ്ങുമ്പോൾ നമ്മൾ പറയുന്നത് അത്യുന്നതന്റെ മറവിൽ ഹല്ലേലൂയ ആ തേജസ്സിന്റെ ഉള്ളിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ അതിന്റെ താഴോട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാം. പാമ്പുകളെ, തേളുകളെ, ശത്രുവിന്റെ സകല ബലത്തെ നമുക്ക് ചവിട്ടുവാൻ ഹല്ലേലൂയ ആ ശക്തിയാൽ കഴിയും. നമ്മൾ വേട്ടക്കാരന്റെ കഴി, നാശകരമായ മഹാമാരി നോക്കി നമ്മൾ വിടുവിക്കപ്പെടും. ഹല്ലേലൂയ. നമുക്ക് രാത്രിയിലെ ഭയത്തെയോ പാൽവിറക്കുന്ന അസ്ത്രത്തെയോ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയോ ഒന്നും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. നമ്മുടെ വശത്ത് 1000 പേരും നമ്മുടെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും ഒന്നും നമ്മളോട് അടുത്ത് വരികയില്ല. എന്താണ് കാര്യം? We are covered with glory. Hallelujah. നമ്മൾ പഴയ നിയമം നോക്കുമ്പോ മോശയില് ഹല്ലേലൂയ ആത്മാവിന്റെ വിരലുകളാൽ തീ ഹൃദയത്തിൽ എന്താ പറയാ ആ മോശയ്ക്ക് എഴുതി കൊടുത്തത് അഗ്നി വിരലുകളാൽ കൊണ്ടാണ് ആ കൽപ്പനകൾ മോശയുടെ കയ്യിൽ എഴുതി കൊടുത്തത്. ഹല്ലേലൂയ. അതുപോലെ പുതിയ നിയമത്തിൽ ആത്മാവിന്റെ വിരലുകളാൽ ഹല്ലേലൂയ നമ്മുടെ മാംസപ്പലകയിൽ ഹല്ലേലൂയ ഈ വചനങ്ങൾ എഴുതപ്പെടുമ്പോൾ അവിടെ തീ ആളിക്കത്തും ദൈവമക്കളെ. ഹല്ലേലൂയ. പക്ഷെ ഇതിനെതിരായി ഒരു പ്രമാണം ഉണ്ട്. ആ ഒരു പ്രമാണത്തിന്റെ നടുവിലാണ് ഒരു ദൈവ പൈതൽ ജീവിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ 17-ാം അധ്യായത്തിന്റെ 14 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. ഹല്ലേലൂയ. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കും, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായക കൊണ്ട് ലോകം അവരെ പകച്ചു. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ.
നിന്റെ വചനം സത്യമാകുന്നു. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. യേശു കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ദൈവമക്കളെ. ലോകം നമ്മളെ ആത്മീകരായി നമുക്കറിയാം, നമുക്ക് വേറൊരു പ്രമാണമാണ്. ഹല്ലേലൂയ. നമ്മൾ ഉയരത്തിലുള്ളത് അന്വേഷിച്ച് ജീവിക്കണം. വി ആർ ലിവിങ് ഹല്ലേലൂയ എന്താ പറയുക, നമ്മളെ ക്രിസ്തുവില് ആ എഫെസ്യ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, സ്വർഗസ്ഥലങ്ങളിൽ നമ്മളെ ഇരുത്തിയിരിക്കുന്നു. നമുക്കുള്ള പ്രമാണങ്ങളെല്ലാം ഇറ്റ് ഈസ് ഹെവൻലി. വി ആർ ദ ഹെവൻലി സിറ്റിസൺസ്. പക്ഷെ നമ്മൾ ജീവിക്കുന്നത് നമുക്ക് ആ പ്രമാണത്തിന് വിരോധമായ ഒരു ലോകത്തിന്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ. ലോകത്തിൽ ഉള്ളതിനെ നമ്മൾ സ്നേഹിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? യേശു കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ ലൗകികനല്ല പോലെ അവരും ലൗകികരല്ല. ആ ലോകത്ത് നിന്ന് ഞാൻ അവരെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. നമ്മൾ നിർമ്മലമായി വചനം അനുസരിച്ച് ജീവിക്കുമോ? യഥാർത്ഥ ഒരു എന്താ പറയുക, ദൈവ പൈതലിന് നമുക്ക് അറ്റാക്സ് വരും. ഹല്ലേലൂയ. പക്ഷെ ആ ഓരോ അറ്റാക്സ് നമുക്ക് വരുമ്പോൾ നമ്മൾ ഈ വിടുതൽക്കാരുടെ അടുത്ത് എപ്പോഴും ഡെലിവറൻസിന് പോയാൽ ഹല്ലേലൂയ നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ മേൽ ഓവർകം ചെയ്ത് നമ്മൾ ജയം പ്രാപിക്കുന്ന ദൈവമക്കളെ? ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാനൊരു സെമിനാരി ശുശ്രൂഷ മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അത് കേട്ടോന്ന് എനിക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. ആ ടെസ്റ്റ് നമ്മൾ ഓവർകം ചെയ്ത് നമ്മൾ ജയിച്ചു വരുമ്പോഴാണ് വി ആർ ഗോയിങ് ടു ദ ഹയർ ലെവൽസ് ഓഫ് ഗ്ലോറി. ഹല്ലേലൂയ. ചുമ്മാ ഗ്ലോറി റെലത്തിൽ നമുക്ക് നിൽക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നമുക്ക് പല ട്രയൽസ് വരുമെങ്കിലും നമുക്ക് അതിനെയൊക്കെ ജയിക്കുവാനുള്ള ശക്തി സ്വർഗത്തിലെ കർത്താവ് നമുക്ക് പകരും. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം നമുക്ക് നമ്മുടെ ഉള്ളിൽ സ്വർഗത്തിലെ കർത്താവ് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്ന എന്തിനാണ്? ഹല്ലേലൂയ. യേശു കർത്താവിനെ പോലെ ആ ക്രിസ്തുവിന്റെ തലയോളം വളരുവാനാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 37-38 നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ 12-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ 37-38 നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ, എന്നാൽ ഇസ്രായേൽ മക്കൾ കുട്ടികളൊഴികെ ഏകദേശം 6 ലക്ഷം പുരുഷന്മാർ കാൽനടയായി റമസേസിൽ നിന്ന് സുക്കോത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. വലിയൊരു സമ്മിശ്ര പുരുഷാരവും ആടുകളും കന്നുകാലികളുമായി അനവധി മൃഗങ്ങളും അവരോടുകൂടെ പോന്നു. ഹല്ലേലൂയ. അവിടുന്ന് ഒരു സമ്മിശ്ര ജാതിയായിട്ടാണ് അവിടുന്ന് കർത്താവ് ഇറക്കി കൊണ്ടുവന്നത്. ഹല്ലേലൂയ. അവർക്ക് എന്താ പറയാ, ഈ ലോകത്തെ ആത്മാവിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ ഈ ലോകത്തെ കീഴടക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ആ ജനം പലവിധ ട്രയൽസിലൂടെ നടത്തി. ഹല്ലേലൂയ. അവരെ കർത്താവ് ഹല്ലേലൂയ ആ കനാനിൽ ജീവിക്കുവാൻ അവരെ കർത്താവ് ട്രെയിൻ ചെയ്യുമായിരുന്നു. ഹല്ലേലൂയ. എന്താ പറയാ, നമ്മുടെ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. ഹല്ലേലൂയ. ഇത് നമ്മുടെ യേശു കർത്താവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ആക്ച്വലി ഗ്ലോറി ഈസ് കണക്റ്റഡ് വിത്ത് ദ ഗ്രേസ്. ഹല്ലേലൂയ. കൃപയും എന്താ പറയാ മഹത്വവും ഒത്തിരി കണക്റ്റഡ് ആണ്. ഹല്ലേലൂയ. ആ വചനം നിങ്ങൾ വായിച്ചപ്പോൾ ശ്രദ്ധിച്ചു കാണും. യേശു കർത്താവ് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഹല്ലേലൂയ. കർത്താവ് 33.5 വർഷം ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്തപ്പോ സകല ജനവും യേശു കർത്താവിന്റെ എവിടെ ചെന്നാൽ യേശു കർത്താവിന്റെ ചുറ്റും വലിയൊരു പുരുഷാരം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ ഗ്ലോറി. ഹല്ലേലൂയ. ആ ഗ്ലോറി യേശു കർത്താവിനെ കവർ ഇരുന്നത് കൊണ്ട് ഹല്ലേലൂയ സകല ജനത്തിലും യേശു കർത്താവിലേക്ക് അട്രാക്റ്റഡ് ആകുമായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ക്ലോസ് കർത്താവുമായിട്ടുള്ള ഇന്റിമസി, ആ വൺനെസ് ആണ് നമുക്ക് ഈ ഗ്ലോറിയിൽ കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഈ ഗ്ലോറിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലകളിലും ഹല്ലേലൂയ, ആക്ച്വലി ഞാൻ കഴിഞ്ഞ ട്യൂസ്ഡേ പറഞ്ഞായിരുന്നു, we have got
ഫെയ്ത്ത് ലെവൽ, അലോയിൻമെന്റ് റെലം ആൻഡ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള റെലമാണ് ഗ്ലോറി റെലം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നമ്മൾ ഒരു ഫെയ്ത്ത്ഫുൾ റെലത്തിൽ നിൽക്കുമ്പോഴും അലോയിൻമെന്റ് റെലത്തിൽ നിൽക്കുമ്പോഴും എപ്പോഴും നമുക്ക് ഡെലിവറൻസ് ആവശ്യമാണ്. പക്ഷേ നമ്മൾ ഗ്ലോറി റെലത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ആക്ച്വലി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞു എന്ന് തോന്നുന്നു. ഹല്ലേലൂയ. ഒരു ഡ്രീം, ഒരു ദൈവ മനുഷ്യൻ കണ്ട ഒരു ഡ്രീമിനെ കുറിച്ച് രണ്ടുപേർ ഹല്ലേലൂയ എന്താ പറയാ ഒരു ശത്രുവിന്റെ അറ്റാക്ക് ഏൽക്കുവാണ്. ഒരാളുടെ മേല് ഹല്ലേലൂയ അമ്പുകൾ ശത്രു എയ്യുമ്പോൾ ആ വ്യക്തി വീണ് മരിക്കുകയാണ്. പക്ഷേ മറ്റേ വ്യക്തിയെ ആ അമ്പുകൾ തൊടുന്നില്ല. അത് അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ ഹല്ലേലൂയ അത് നഷ്ടമായി പോവാണ്. അത് എന്താ പറയാ നിർവീര്യമായി പോവാണ്. ദൈവമക്കളെ, അത്രയും ഒരു ഗ്ലോറി റെലത്തിലേക്കാണ് സ്വർഗത്തിലെ കർത്താവ് നമ്മൾ വളരുവാൻ നമ്മളെ കർത്താവ് വിളിക്കുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ഈ പല ശുശ്രൂഷകളും നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ആ ശുശ്രൂഷകളെല്ലാം ലോകത്തിന്റെ മഹത്വത്തിലേക്കാണ് പോകുന്നത്. ഹല്ലേലൂയ. നമ്മള് 2 പത്രോസ് 1:3 നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ, 2 Peter 1:3 ഹല്ലേലൂയ, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. ഞാനും ഇത്രയും നാൾ ഈ വചനം ഒരുപാട് സ്ഥലത്ത് ശുശ്രൂഷ പെന്തക്കോസ്റ്റ് ചർച്ചസിലെല്ലാം ശുശ്രൂഷ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പലരോടും നമ്മളൊരു ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളോ ഒക്കെ പറയുമ്പോൾ അവര് പറയുന്നത് കർത്താവ് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ ദൈവമക്കളെ, കർത്താവ് അവിടെ ഉദ്ദേശിച്ചത് നമ്മുടെ ഡേ ടു ഡേ നീഡ്സിനെ കുറിച്ച് അല്ല. ആ കർത്താവിന്റെ ജീവനിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് ഹല്ലേലൂയ ഈ ഭൂമിയിൽ ക്രിസ്തുവിന്റെ ജീവിതം നമ്മൾ പറഞ്ഞു, ഐ ആം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്, ഇറ്റ്സ് നോട്ട് ഐ ഹു ലിവ്സ്. ഞാൻ ഹല്ലേലൂയ ജീവിക്കുന്നത് ക്രിസ്തു എന്നിലൂടെ ജീവിക്കുകയാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ പഴയ മനുഷ്യൻ മരിച്ചു. വി ആർ ഡെഡ്. ഹല്ലേലൂയ. നമ്മുടെ എന്താ പറയാ പഴയ മനുഷ്യന്റെ ഒന്നും നമ്മുടെ കയ്യിൽ ഇന്നും നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. ഹല്ലേലൂയ. സോ ഇറ്റ്സ് ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ ജീവിക്കുവാൻ നമ്മൾ അലൗ ചെയ്യുക. ഹല്ലേലൂയ. ആ ക്രിസ്തുവിന്റെ ജീവൻ, അതാ പറഞ്ഞ ഞാൻ ജീവൻ നൽകുവാൻ വന്നു, ഞാൻ സമൃദ്ധിയായി ജീവൻ നൽകുവാൻ അത്രേ വന്നത്. ആ ജീവൻ നമ്മളിലേക്ക് ഒഴുകുമ്പോൾ നമുക്ക് സകലത്തെ ജയിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ പറയുവാണ് ഹല്ലേലൂയ ജീവനും ഭക്തിക്കും എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ഹല്ലേലൂയ ഇപ്പോൾ ഒരു ക്രിസ്തുവിന്റെ ജീവിതം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, ക്രിസ്തുവിന് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ ചില നിന്ദകൾ, പരിഹാസങ്ങൾ, വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ജീവൻ നമ്മളിലേക്ക് ഒഴുകും. ഒരു വ്യക്തി നമ്മളെ നിന്ദിക്കുവായി ക്രിസ്തു നിമിത്തം ഹല്ലേലൂയ ദൈവരാജ്യം സംബന്ധിച്ച് നമുക്ക് എന്ത് നിന്നയോ അപമാനമോ വന്നാൽ അത് ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയുവാണ്. ചിലര് പറയാറുണ്ട് എല്ലാവരോടും ക്ഷമിക്കണമെന്ന് പറഞ്ഞു, പക്ഷെ ചില വ്യക്തികളോട് എനിക്ക് ഒട്ടും ക്ഷമിക്കാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. പക്ഷേ ഇവിടെ വചനം പറയുന്നു ദൈവത്തിന്റെ ജീവൻ നമ്മളിലേക്ക് ഒഴുകുന്നു. ക്രിസ്തുവിന്റെ ജീവിതം നമ്മളിലൂടെ ജീവിക്കുമ്പോൾ നമ്മളല്ല ജീവിക്കുന്നത്, ക്രിസ്തു നമ്മളിലൂടെയാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ജീവിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിലൂടെ ഒഴുകുകയാണ്. ആക്ച്വലി ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിലൂടെ ഒഴുകുമ്പോൾ കർത്താവിന്റെ DNA, കർത്താവിന്റെ ക്യാരക്ടർ, കർത്താവിന്റെ സ്വഭാവം നമ്മളിലേക്ക് ഒഴുകുകയാണ് ദൈവമക്കളെ. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു വ്യക്തി ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ഓരോ ദിവസവും ക്രിസ്തുവിന്റെ സ്വഭാവം അവനിലേക്ക് ഹല്ലേലൂയ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഓരോ നിമിഷവും നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ എന്താ പറയാ ഫ്ലഷിനെയും സ്പിരിറ്റിനെയും ഹല്ലേലൂയ വചനം തൊട്ട് കഴിഞ്ഞ് നമ്മുടെ ഈ ഫ്ലഷിലെ എല്ലാ സ്വഭാവങ്ങളെയും അത് ക്രൂസിഫൈ ചെയ്ത് നമ്മുടെ സെൽഫ് എന്താ പറയാ ക്രൂസിഫൈ ചെയ്ത് ഓരോ നിമിഷവും നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ സ്പിരിറ്റിൽ വന്ന ആ ഗ്ലോറി, സ്പിരിറ്റിൽ കത്തിയ ഹല്ലേലൂയ റീമാന സേക്കോ റസ്യ ആ ഗ്ലോറി ഹല്ലേലൂയ
ഹാലേലിയ നമ്മുടെ സോളിലേക്ക് വ്യാപരിക്കുകയാണ്. നമുക്കറിയാം ഏദൻ തോട്ടത്തിൽ ഹാലേലിയ ആദാം ഹവ്വയും പാപം ചെയ്തപ്പോൾ they were covered with glory. അവരെ മാനവും ഓണർ, മഹത്വം, ബ്യൂട്ടി, ദൈവത്തിന്റെ ഗ്ലോറിയാൽ നിറഞ്ഞിരുന്നവരാണ്. അവർ പാപം ചെയ്തപ്പോൾ അവരുടെ ഗ്ലോറി നഷ്ടമായി. ആ സ്പിരിറ്റിൽ ഹാലേലൂയ ഡെഡായ സ്പിരിറ്റിലേക്ക് രക്ഷിക്കപ്പെടുന്ന ഒരു ദൈവ പൈതലിന്റെ ഉള്ളിൽ യേശു കർത്താവിന്റെ ജീവൻ വരുമ്പോഴാണ് ഹാലേലൂയ ആ സ്പിരിറ്റ് അലൈവ് ആകുന്നത്. ഹാലേലൂയ ആ രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ ആ നിമിഷം തൊട്ട് തന്നെ നമ്മളിൽ ഗ്ലോറി ഹാലേലൂയ വന്നു കഴിഞ്ഞു. പക്ഷേ ഈ ഗ്ലോറി ഹാലേലൂയ നമ്മുടെ ഉള്ളിലെ ദേഹിയിലേക്ക്, സോളിലേക്ക് നമ്മൾ ആ ജീവൻ പകരപ്പെടുന്നില്ല എങ്കിൽ ഹാലേലൂയ നമ്മുടെ മെജോറിറ്റി ഓഫ് ദൈവ മക്കളും അങ്ങനാണ് ജീവിക്കുന്നത്. ഹാലേലൂയ എപ്പോഴും സോളും സ്പിരിറ്റും തമ്മിലുള്ള ഫൈറ്റിംഗ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ സോളിൽ നിന്ന് എടുക്കുന്ന ഡിസിഷൻസ്, ദാറ്റ് ഈസ് നമുക്കറിയാം പഴയ നിയമത്തില് ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷ അത് അക്ഷരത്തിന്റെ ശുശ്രൂഷയാണ്. എന്നാൽ പുതിയ നിയമത്തിലെ ശുശ്രൂഷ ഹാലേലൂയ ആത്മാവിന്റെ ശുശ്രൂഷയാണ്. ആ അക്ഷരം കൊല്ലും, ആത്മാവ് നമ്മളെ ജീവിപ്പിക്കും. ഹാലേലൂയ ആത്മാവിലൂടെ നമ്മളെ ജീവിക്കുമ്പോൾ ആ നമ്മുടെ സ്പിരിറ്റിൽ വന്ന ജീവൻ ഹാലേലൂയ നമ്മുടെ സോളിലേക്ക് പകരപ്പെടുകയും സോളിൽ നിന്ന് നമ്മുടെ ബോഡിയിലേക്ക് പകരപ്പെടുകയും ചെയ്യും. ഹാലേലൂയ. സോ ഇവിടെ പറയുകയാണ് ഹാലേലൂയ ആ ജീവൻ നമ്മളിലേക്ക് വ്യാപരിക്കുമ്പോൾ ക്രിസ്തുവല്ലേ പിന്നെ നമ്മളിലൂടെ ജീവിക്കുന്നത്. അപ്പൊ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ എന്തൊക്കെ ചെയ്തോ അതുപോലെ നമ്മൾ ജീവിക്കാൻ തുടങ്ങും ദൈവമക്കളെ. അങ്ങനെ ഒരു രൂപം. അതുകൊണ്ടാണ് റോമാലേഖനം 12:1 പറയുന്നത്, നിങ്ങളുടെ മനസ്സ് പുതുക്കി നിങ്ങൾ ദിനം തോറും രൂപാന്തരപ്പെടുത്തണം. ഈ വചനത്തിന് മാത്രമേ നമ്മളെ രൂപാന്തരപ്പെടുത്താൻ കഴിയത്തുള്ളൂ. ഹാലേലൂയ. നമ്മളിൽ ഒരുപാട് പ്രവചനങ്ങൾ കേട്ടു. നമ്മൾ എന്താ പറയാ, നമ്മൾ ഒരുപാട് ഭൂമിയിലുള്ള നന്മകളെ കുറിച്ച്, ബ്ലെസ്സിങ്സിനെ കുറിച്ച് കേട്ടാൽ നമ്മുടെ ഉള്ളിൽ വന്ന സ്പിരിറ്റ് ഹാലേലൂയ ആ ഗ്ലോറി തലം ഹാലേലൂയ അത് അണഞ്ഞിങ്ങനെ ഇരിക്കും. ഹാലേലൂയ അതൊരിക്കലും പുറത്തേക്ക് വ്യാപരിക്കത്തില്ല. ഹാലേലൂയ നമ്മള് എന്താ പറയാ ആ നിത്യത നമ്മൾ പ്രാപിക്കുമ്പോൾ നമ്മൾ ലജ്ജിക്കേണ്ടി വരും. ഹാലേലൂയ. സോ ഹാലേലൂയ നമ്മുടെ ഉള്ളിൽ ദിനംതോറും നടക്കുന്ന ഓരോ നമ്മൾ ചില കഷ്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും, ചില പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകും. ഓരോ പ്രാവശ്യവും നമ്മൾ ഡെലിവറൻസിന് പോകുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഹാലേലൂയ നമുക്കതിനെ ജയിക്കുന്നവരാണ് കർത്താവ് ജീവകിരീടം കൊടുക്കുമെന്ന് പറഞ്ഞ്, ജീവന്റെ മന്ന നൽകുമെന്ന് പറഞ്ഞത്, കർത്താവിനോട് കൂടെ ഇരുത്തുമെന്ന് പറഞ്ഞത്. ഹാലേലൂയ. സോ ദിനംതോറും നമ്മൾ വചനത്തിന് കീഴ്പ്പെടുക. ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന ഗ്ലോറിയെ ഹാലേലൂയ നമ്മുടെ ആ സോളിലേക്ക് നമ്മൾ വ്യാപരിക്കാൻ, അതിനായി നമ്മൾ ആ ദൈവത്തിന്റെ പ്രസൻസിൽ ഇരിക്കുക. ദൈവത്തിന്റെ പ്രസൻസിൽ എത്രത്തോളം ഒരു ദൈവവേദന ഇരിക്കുന്നോ അത്രത്തോളം നമ്മളിൽ വിശുദ്ധീകരണം നടക്കും. നമ്മളിൽ ഒരു പണിയിൽ നടക്കും ദൈവമക്കളെ. ഹാലേലൂയ. നമ്മളിൽ എല്ലാം കുറെ ഫ്ലഷ്ലി സ്വഭാവങ്ങളുണ്ട്. ഹാലേലൂയ. ആ ഫ്ലഷ്ലി സ്വഭാവങ്ങൾ ഒരിക്കലും നമ്മള് എന്താ പറയാ നമ്മുടെ ബോഡിയെ പണിഷ് ചെയ്തിട്ടല്ല അതിനെ ക്രൂസിഫൈ ചെയ്യേണ്ടത്. ഹാലേലൂയ. നമ്മുടെ പരിശുദ്ധാത്മാവിനെ നമ്മളിൽ അലൗ ചെയ്യുമ്പോൾ ഹാലേലൂയ പരിശുദ്ധാത്മാവാണ് ആ പണി നമ്മൾ ചെയ്യുന്നത്. ഹാലേലൂയ. സോ ഗലേഷ്യൻസ് 5:17 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ജഡാഭിലാഷം ആത്മാഭിലാഷം ജഡാഭിലാഷത്തിനും എതിരാണ്. ഹാലേലൂയ വിരോധമായിരിക്കുന്നു. ആന്തരിക മനുഷ്യൻ ഹാലേലൂയ അതിന് എന്താ പറയാ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്താനുള്ളത് നമ്മൾ ദിനംതോറും ചെയ്തുകൊണ്ടിരിക്കണം. ഹാലേലൂയ. നമ്മുടെ അവയവങ്ങളെ നീതിയുടെ അവയവങ്ങളായി നമ്മൾ സമർപ്പിക്കണം. ഹാലേലൂയ. നമ്മുടെ കണ്ണുകൾക്ക്, നമ്മുടെ ചെവികൾക്ക്, നമ്മുടെ നാവിന് ഹാലേലൂയ ആത്മാവിനാൽ നമുക്ക് നിയന്ത്രിക്കപ്പെടാൻ കഴിയണം. ഹാലേലൂയ. ആദാമിൽ അവര് പാപം ചെയ്തപ്പോ ആ പാപം ചെയ്യുന്നതിന് മുന്നേ അവരുടെ ഇന്നർ സ്പിരിറ്റ് ആയിരുന്നു അവരെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. ഹാലേലൂയ. സ്പിരിറ്റ് പറയുന്നത് സോള് കേൾക്കും, ബോഡി പ്രവർത്തിക്കും. പക്ഷേ ആ സ്പിരിറ്റ് എന്താ പറയാ ദൈവത്തിന്റെ ആ
ഗ്ലോറി പോയപ്പോൾ അവർക്ക് പിന്നെ അവർ ഫ്ലഷ്ലി ആയി തീർന്നു. ജഡം എന്ത് അവരെ പ്രേരിപ്പിച്ചോ, ജഡം എന്ത് ടെംപ്റ്റ് ചെയ്തോ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാറുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ പുറമേയുള്ള 5 സെൻസസ് നമ്മൾ ആ വചനത്തിന് അതാ പറ നീതിയുടെ അവയവങ്ങളായി നമ്മൾ സമർപ്പിച്ചില്ല എങ്കിൽ ഹല്ലേലൂയ ഹവ്വ ചതിക്കപ്പെട്ടതുപോലെ നമ്മളും ചതിക്കപ്പെടുവാൻ ഇടയുണ്ട്. ദൈവമക്കളെ, നമ്മൾ എപ്പോഴും റൂൾ ചെയ്യേണ്ടത് നമ്മുടെ സ്പിരിറ്റ് ആയിരിക്കണം നമ്മളെ റൂൾ ചെയ്യുന്നത്. ഹല്ലേലൂയ, നോട്ട് ദ സോൾ. ഹല്ലേലൂയ. സോളിനെ എപ്പോഴും ഫ്ലഷിനെ എപ്പോഴും പ്രീതിപ്പെടുത്തി ഹല്ലേലൂയ ഫ്ലഷിന് ഇഷ്ടമുള്ളത് ചെയ്തുകൊണ്ടിരിക്കാനാണ് ഹല്ലേലൂയ ഇഷ്ടം. ഈവൻ ദ വർഷിപ്പിൽ പോലും നമ്മൾ ആരാധിക്കുന്നത് പോലും ഹല്ലേലൂയ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഫ്രം ദ സ്പിരിറ്റ് ഹല്ലേലൂയ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിൽ വളർച്ച നടക്കത്തില്ല. ഹല്ലേലൂയ. നമ്മൾ എത്രത്തോളം സ്പിരിറ്റിനെ ഹല്ലേലൂയ ഫുൾ കൺട്രോൾ കൊടുക്കുന്നോ, ഫുൾനെസ്, ആ ഫുൾനെസ്സിൽ ഇരിക്കുമോ നമ്മുടെ സ്പിരിറ്റ്. ഞാൻ പറഞ്ഞു ഫുള്ളി ഗോഡ്ലി ആണ്, ഫുൾനെസ് ഓഫ് ഗോഡ് ഉണ്ട്. ദൈവത്തിന്റെ എല്ലാ നിറവിനോളം ഇരിക്കുവാണ് ആ സ്പിരിറ്റ്. ആ സ്പിരിറ്റിനെ നമ്മൾ ഹല്ലേലൂയ ആത്മാവിൽ ഹല്ലേലൂയ ആ വർഷിപ്പിലേക്ക് നമ്മൾ വിടുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ തേജസ് കൊണ്ട് നമ്മൾ നിറയപ്പെടും. ഹല്ലേലൂയ. നമ്മൾ ദൈവരാജ്യത്തിൽ ജനിക്കപ്പെട്ടവരാണ്. ആ ദൈവരാജ്യത്തിൽ ഹല്ലേലൂയ ആത്മാവാണ് റൂൾ ചെയ്യുന്നത്. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ഹിതം നമുക്ക് ഈ ഭൂമിയിൽ ചെയ്യാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ശുശ്രൂഷയെ ഞാൻ പറഞ്ഞു തോന്നുന്നു, നമ്മള് ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ജീവൻ നമ്മളിലേക്ക് ഒഴുകണമെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ഫോക്കസ് നമ്മുടെ കർത്താവിലായിരിക്കണം. ക്രിസ്തുവാണ് ഹല്ലേലൂയ ന്യൂ കവനന്റ്. ഹല്ലേലൂയ ക്രിസ്തുവിലാണ് ഫുൾ ഗ്ലോറി ഉള്ളത്. when we focus Jesus ഹല്ലേലൂയ ആ കൃപയും സത്യവും നിറഞ്ഞവനായി ഹല്ലേലൂയ കൃപയും ഗ്ലോറി ഫുൾ ഉള്ള ക്രിസ്തുവിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ദൈവത്തിന്റെ പ്രസൻസിൽ നമ്മൾ ദൈവത്തെ വർഷിപ്പ് ചെയ്യുമ്പോൾ കർത്താവിന്റെ ഗ്ലോറി, കർത്താവിന്റെ ജീവൻ നമ്മളിലേക്ക് ഇറങ്ങുകയും നമ്മൾ രൂപാന്തരം നടക്കുകയും ചെയ്യും. ഹല്ലേലൂയ. 24/7 അങ്ങനെ ആയിരിക്കണമെന്ന് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമുക്കറിയാം ആദാം ഉൽപ്പത്തി പുസ്തകം 2:16 പറയുന്നു ആദാം പാപം ചെയ്തപ്പോൾ മരിച്ചുപോയി എന്ന്. പക്ഷെ നമുക്ക് അതിന്റെ ഉൽപ്പത്തി പുസ്തകം 5:5 നമ്മൾ വായിക്കുമ്പോൾ 920 വയസ്സ് വരെ ആദാം ജീവിച്ചിരുന്നു. പക്ഷേ ഹല്ലേലൂയ എന്താണ്? ആത്മാവാണ് അവിടെ മരിച്ചത്. ആത്മാവിന്റെ മരണമാണ് ഹല്ലേലൂയ അവിടെ സംഭവിച്ചത്. പക്ഷെ ആത്മാവ് മരിച്ചപ്പോൾ പതുക്കെ സോളും ബോഡിയും ദ്രവിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അങ്ങനെയാണ് നമുക്ക് ഇന്ന് മരണം കാണുന്നത്. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ ആ ഗ്ലോറി റലത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ നമുക്ക് ആ സോയെ ലൈഫ് ഹല്ലേലൂയ നമുക്ക് എന്താ പറയാ ബയോസ് ഉണ്ട്, സൂക്കയുണ്ട്, സോയെ ലൈഫ്. ഇത് മൂന്നുണ്ട്. സോയെ ലൈഫ് എന്ന് പറയുന്നതാണ് കർത്താവിന്റെ ജീവൻ, യേശു ക്രിസ്തുവിലുള്ള ജീവൻ. ഹല്ലേലൂയ. ആ ജീവൻ നമ്മളിലേക്ക് ഹല്ലേലൂയ ആ സോയെ ലൈഫ് നമ്മളിലൂടെ വരണമെന്ന് സ്വർഗത്തിലെ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആ സോയെ ലൈഫിൽ നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് ആരോഗ്യം വർദ്ധിക്കും. നമ്മുടെ ഉള്ളിൽ എപ്പോഴും ദൈവത്തിന്റെ തേജസ്. അതാണ് ദാവീദ് സങ്കീർത്തനത്തിൽ പറയുന്നത്, നിന്റെ മനോഹരത്വം കാണണം, നിന്റെ ആലയത്തിലെ സന്തോഷം, നിന്റെ ആലയത്തിലെ പുഷ്ടി എനിക്ക് അനുഭവിക്കണം. ഹല്ലേലൂയ. ദാവീദിന്റെ ആ സത്യം പറഞ്ഞ അവർക്കൊന്നും പഴയ നിയമത്തിൽ ഫുള്ളി ഈ ഗ്ലോറി അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. പുതിയ നിയമത്തിൽ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഗ്ലോറി ഉണ്ട്. പക്ഷെ നമ്മൾ അതനുസരിച്ച് നമ്മളെ ആക്ച്വലി ഏദൻ തോട്ടത്തിൽ ആദാമിനെ ഹവ്വയെ ദൈവം സൃഷ്ടിച്ച എന്തിനാണ്? ദൈവരാജ്യം അവിടെ സ്റ്റാർട്ട് ചെയ്ത് അവരിലൂടെ ആ വേൾഡ് മുഴുവൻ സ്പ്രെഡ് ചെയ്യാനാണ്. പക്ഷെ അവര് ദൈവത്തിന്റെ ആ ടെസ്റ്റ് തോറ്റുപോയി. ആ പ്ലാൻ പർപ്പസ് അവർ വീണുപോയി. വീണ്ടും സ്വർഗത്തിലെ കർത്താവ് യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് ഹല്ലേലൂയ ലൈഫ് നമ്മുടെ ഉള്ളിൽ തരുവാണ്. ഹല്ലേലൂയ. ആ ജീവൻ നമ്മുടെ ഉള്ളിൽ ഉണ്ട്. ഹല്ലേലൂയ. ആ ജീവനാൽ നമ്മൾ ജീവിച്ചാൽ ഹല്ലേലൂയ നമ്മൾ വാഴുന്നവരായി തീരും. ഏദൻ തോട്ടത്തിൽ ആദാമിനോട് എന്താ പറഞ്ഞത്? ഹല്ലേലൂയ യു വിൽ ബി ഫ്രൂട്ട്ഫുൾ. നിങ്ങൾ വാഴുക. ഹല്ലേലൂയ. നിങ്ങൾ അടക്കുക, സകലത്തെ സബ്ഡ്യൂ ചെയ്യുക. ഹല്ലേലൂയ. ആൻഡ് പെരുകുക. ഹല്ലേലൂയ. സകരബ ശേന്തലാലബ. നമ്മുടെ ഉള്ളിൽ ജീവൻ വന്ന് ഹല്ലേലൂയ ഈ എന്താ പറയാ നമ്മുടെ ഈ ഉണർവിനോടനുബന്ധിച്ചാണ് നമ്മൾ ഈ ഗ്ലോറിയെ കുറിച്ച് നമ്മൾ
പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹാലലൂയ. ആ തലങ്ങളിലേക്ക് നമ്മൾ വളർന്നു വരുമ്പോഴാണ് ആ ഉണർവിന്റെ ഹാലലൂയ അറ്റ്മോസ്ഫിയർ നമ്മളിലേക്ക് വരുന്ന ദൈവമക്കളെ. സോ ഈ ജീവൻ നമ്മളിലേക്ക് ഒഴുകുവാൻ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുക. ഹല്ലേലൂയ. അതിന് നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ, വി ഹാവ് ടു ക്രൂസിഫൈ അവർ ഫ്ലഷ്. നമ്മുടെ ഫ്ലഷിനെ ദിനംതോറും ക്രൂസിഫൈ ചെയ്ത് സ്പിരിറ്റിന് അടിമയാക്കണം. ഹല്ലേലൂയ. സ്പിരിറ്റിൽ വന്ന ജീവൻ നമ്മുടെ ബോഡിയിലേക്ക്, നമ്മുടെ സോളിലേക്ക് ഒഴുകാനായി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വർഷങ്ങൾ ആ ദൈവതകളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ യേശു ക്രിസ്തുവിന്റെ നാമത്തിനായി I pray that let that life, let the glory cover each and everyone who's joined this meeting, Papa. Adura sakaraba shandaraba. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കർത്താവേ ഗ്ലോറിയിലൂടെ ഇന്ന് രാത്രി എല്ലാവരുടെ മേൽ ഇറങ്ങുവാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവേ, ലോകത്തിന്റെ മഹത്വത്തിന്റെ പുറകെയല്ല, ഹല്ലേലൂയ, കർത്താവിന്റെ ഗ്ലോറി. ആ മോശ ചോദിച്ചതുപോലെ നിന്റെ ഗ്ലോറി, നിന്റെ മഹത്വം എനിക്ക് കാണണം. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു ദാഹത്തോടെ ദൈവരാജ്യത്തിന് വേണ്ടി ഒരു കൂട്ടത്തെ കർത്താവ് എഴുന്നേൽപ്പിക്കണമേ കർത്താവേ. അതിനായി ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവിന്റെ നാമം ഇന്ന് രാത്രി മഹത്വപ്പെടട്ടെ കർത്താവേ. ഓ, ലോകത്തിന്റെ മോഹങ്ങളിലോ പുറകെ ഓടുന്നവരായിട്ടല്ല കർത്താവേ, ഞങ്ങളുടെ ഉള്ളിൽ കത്തിച്ച ഗ്ലോറി ഹല്ലേലൂയ ഞങ്ങളുടെ ഹാലിലെ സോളിലേക്ക്, ഞങ്ങളുടെ ബോഡിയിലേക്ക് വ്യാപരിക്കട്ടെ കർത്താവേ. ഓടി കാലവസ്യാന്തരാരവ ശന്തരവ. ഞങ്ങൾക്ക് ഒരു ശത്രുവിന് തൊടുവാൻ കഴിയത്തില്ലല്ലോ. കർത്താവിന്റെ വിസ്ഡത്താൽ ഞങ്ങളെ നിറയ്ക്കണം കർത്താവേ. ഈ ലോകത്തിലുള്ള ഒന്നിലും ഞങ്ങൾ ആശ്രയിക്കുന്നില്ല കർത്താവേ. we are focusing on you daddy, in Christ daddy. ഗ്ലോറിയുടെ ഫുൾനെസ് ജീസസിലാണല്ലോ. ആ ജീസസിൽ ഇന്ന് രാത്രി ഞങ്ങളെ ഓരോരുത്തരെയും ഫോക്കസ് ചെയ്യാൻ സഹായിക്കണമേ. ഹാലേ, ഞങ്ങളുടെ സകല പ്രാർത്ഥനയെ ആചരിപ്പിച്ചിട്ട് കൃപയ്ക്കായി സ്തോത്രം. സാലോ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ അനിത സിസ്റ്റർ ഹാലേ